എഡ്വിൻ വൈബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. ഇന്ന് നമുക്ക് ഒത്തിരി തിരക്കുള്ള ദിവസമാണ് കേട്ടോ. എന്നെപ്പോലെ നിങ്ങൾക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓൾറെഡി പിള്ളേർക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം ആയതുകൊണ്ട്. അപ്പോൾ ഇതേ ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും ട്യൂഷനുണ്ട്. ട്യൂഷൻ കഴിയുമ്പോഴത്തേക്കും സംഘമുണ്ട്. അപ്പോൾ ട്യൂഷൻ ആകുമ്പോഴത്തേക്കും എല്ലാ പരിപാടികളും തീർത്ത് വയ്ക്കണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. വീട്ടിലെ പണികളൊക്കെ തീർത്തിട്ട് അത് ഞാൻ പറമ്പിലേക്ക് ഇറങ്ങിയേക്കണെയാണ്. ഇന്നലെയൊക്കെ വൈകുന്നേരം നല്ല മഴയായതുകൊണ്ട് വിറകൊക്കെ നനഞ്ഞു കിടക്കണം. ഇന്നത്തെ ദിവസം ഞാൻ പ്രിഫർ ചെയ്ത് എഡ്വിൻ ഉള്ളതുകൊണ്ട് ഞാൻ ഇത് വിറക് വെട്ടിയെടുക്കുമ്പോഴത്തേക്കും അവൻ എനിക്കൊന്ന് ജസ്റ്റ് പിടിച്ചു തരും. അപ്പോൾ അതൊരു ഹെൽപ്പാണല്ലോ. ഞാൻ കൂടുതലും വിറകടുപ്പ് യൂസ് ചെയ്യുന്നതുകൊണ്ട് എത്ര വിറകുണ്ടെങ്കിലും മതിയാവില്ല. പിന്നെയുമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കയ്യിൽ കൊള്ളാവുന്ന വിറകാണ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അത്ര മതിയാവോ ഇല്ലല്ലോ. അത് പെട്ടെന്ന് തീർന്നു പോകും. ഒത്തിരി വലിയ തടി വിറകൊക്കെ ആണെങ്കിൽ കഞ്ഞിയൊക്കെ വെന്ത് കിട്ടാൻ ഒറ്റ വലിയ വിറക് വെച്ചാൽ മതി. പക്ഷേ ഈ ചെറിയ വിറകൊക്കെ ആകുമ്പോഴേ പെട്ടെന്ന് അതങ്ങ് കത്തി തീരുന്നതുകൊണ്ട് നമുക്കതങ്ങ് പെട്ടെന്ന് വിറക് തീരും കേട്ടോ. പിന്നെ ഇത് എഡ്വിനൊക്കെ ഇപ്പം ഇരുന്ന് കളിക്കാൻ കൂട്ടുകാരൊക്കെ ആയതുകൊണ്ട് അവനിന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് സ്കൂളിൽ പോകണമെന്നല്ലേ ഒരു എൻ്റർടൈൻമെൻറ്റ്. രാവിലെ അത്യാവശ്യം എൻ്റെ കൂടെ പണിക്കൊക്കെ കൂടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കളിച്ചോളാൻ പറഞ്ഞ് കളിക്കാൻ ഇരുത്തിയേക്കുവാണ്. ഈ വിറകൊക്കെ ഒടിച്ചെടുക്കാൻ വലിയ വാക്കത്തിപ്രയോഗമൊന്നും വേണ്ടി വന്നില്ല കേട്ടോ. പെട്ടെന്ന് ഒത്തിരി വലിയ കമ്പൊന്നും ഇല്ലായിരുന്നു. വലിയ കമ്പുള്ളവ ഞാൻ വാക്കത്തി കൊണ്ട് വെട്ടിയെടുത്തു. നന്നായിട്ട് ഉണങ്ങിയ കിടന്ന്. പിന്നെ അത്യാവശ്യം മഴ നനഞ്ഞ് കിടന്നുകൊണ്ട് പെട്ടെന്ന് അങ്ങ് ഒടിച്ച് നമ്മൾ കാലും കൊണ്ട് ഇങ്ങനെ മുട്ടിൻ കൊണ്ട് ഓടിച്ചാലും ഒടിയണേ ഒരു രീതിയായിരുന്നു കേട്ടോ. എനിക്ക് തന്നെ അത്യാവശ്യം എടുക്കാവുന്ന പരിവായപ്പോഴത്തേക്കും ഞാൻ തന്നെ എടുത്തുകൊണ്ട് പോകുന്നു കേട്ടോ. ഞാൻ ഒരു ചാക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചാക്കിയാലാണ് ഞാൻ വിറകെല്ലാം ഒടിച്ച് വെച്ചത് കേട്ടോ. പിന്നെ എഡ്വിനെ വിളിച്ചാൽ എഡ്വിന് കളിയിലെ കോൺസെൻട്രേഷനൊക്കെ പോകും. പിന്നെ അവനൊരു ഇറിറ്റേഷൻ ആവില്ലേ, വെറുതെ അവനെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ഞാൻ തന്നെ ചാക്കൊക്കെ മടക്കി കയ്യിൽ പതിയെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ. ഇനി ഞാൻ ഏത് വഴിക്ക് പോയാലും നമ്മുടെ പൊന്നൂസം ഉണ്ടാവാറുള്ള ഇന്ന് പൊന്നൂസം ചേട്ടായുടെ കൂടെ കളിക്കാനിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ തന്നെയുള്ള ഒരു ചെറിയ വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതേ വിറകൊക്കെ കൊണ്ടുവന്ന് വെയിലത്ത് നിരത്തിയൊക്കെ ഇട്ടു. ഒത്തിരി സമയം വിറക് വറക്കാൻ നിന്നില്ലെങ്കിൽ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് നന്നായിട്ട് മടുത്തു പോയായിരുന്നു കേട്ടോ. നന്നായിട്ട് ദാഹിക്കുണ്ടായിരുന്നു. അപ്പോൾ അത്യാവശ്യത്തെ വെള്ളമൊക്കെ കുടിച്ച് ഇച്ചിരി നേരം റെസ്റ്റ് എടുത്ത് കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് നെല്ലിക്ക വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പിള്ളേർക്ക് കഴിക്കാൻ പാകത്തിനാക്കി എങ്ങനെയെങ്കിലും ആക്കി കൊടുക്കണമല്ലോ എന്നോർത്ത് പിന്നെ അതിൻ്റെ പുറകെയായി. കണ്ടോ, അതിനെടുത്ത് വെച്ചേക്കാം. നമുക്ക് ഒയ്യോ ഒന്ന് ചീത്തയായി പോയില്ല. ചമ്മന്തി വയ്ക്കാമല്ലോ. നെല്ലിക്ക ഞാൻ നന്നായിട്ട് ഇത് കഴുകി എടുക്കുന്നുണ്ട്. കഴുകിയെടുത്തു കേട്ടോ. മീഡിയം വലുപ്പത്തിലുള്ള നെല്ലിക്ക കഴുകിയെടുത്ത് ഞാൻ നെല്ലിക്ക ഉണ്ടല്ലോ ഇഡ്ഡലി തട്ടേ വെച്ചൊന്ന് ആവി കയറ്റിയെടുക്കുവാണെങ്കിൽ ഒത്തിരി നേരം ആവി കയറ്റണ്ട. ഒരു 10 മിനിറ്റ്. ഒത്തിരി നേരം വെച്ചാൽ ഭയങ്കരമായിട്ട് വെന്ത് പൊട്ടിപ്പോവില്ലേ, അത്രയൊന്നും വേണ്ട. നമ്മുടെ നെല്ലിക്കയൊക്കെ നന്നായിട്ട് വാടിതേണ്ട കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിന് ഹോൾസ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഈ ഫോർക്കും കൊണ്ട് ഓരോന്നെടുത്തിട്ട് നന്നായിട്ടങ്ങ് ഹോൾസ് ഇട്ട് കൊടുക്കണം. നമ്മുടെ നെല്ലിക്കയൊക്കെ മക്കൾക്കൊക്കെ തിന്നാൻ നല്ല മടിയാല്ലേ. പച്ചയ്ക്ക് തിന്നുവാണ് ഏറ്റവും നല്ലത്. പക്ഷെ അങ്ങനെ തിന്നാൻ നമ്മുടെ മക്കൾക്കൊന്നും ചുരുക്കം ചിലർക്ക് മാത്രം നെല്ലിക്ക പച്ചയ്ക്ക് തിന്നാൻ ഇഷ്ടമുള്ളവരുള്ളൂ. നമ്മുടെ ഹെൽത്തിനും മുടിക്കും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും ഒക്കെ അടിപൊളിയായ ഒരു സാധനമാണ് നെല്ലിക്ക എന്ന് പറയണത് അല്ലേ. നമ്മുടെ താളിയൊക്കെ ഉണ്ടാക്കുമ്പോൾ താളിപ്പൊടിയാക്കാൻ നെല്ലിക്ക ചേർക്കും. പിന്നെ നമ്മളിങ്ങനെ കഴിക്കുന്നത് അതും ഒത്തിരി ഗുണങ്ങളുള്ളതാണ് നെല്ലിക്ക. അപ്പോൾ അത് നമ്മളെല്ലായിടത്തും ഒന്ന് ഹോളിട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ മക്കൾക്കൊക്കെ പച്ചയ്ക്ക് തിന്നാൻ ഇഷ്ടമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കാലിയാവുന്നത് അറിയത്തില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല ഒരു അടിപൊളി റെസിപ്പിയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഇത് ചെയ്ത് കൊടുക്കാറുള്ളതാണ്. ഒരു പാൻ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു ഉണ്ട ശർക്കര പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു 3/4 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചായിരുന്ന നെല്ലിക്കയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ കല്ലൊന്നും ഇല്ലാത്ത ശർക്കരയൊക്കെ ആയിരിക്കണം കേട്ടോ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് പഞ്ചസാരയിലും ഉണ്ടാക്കാം, അല്ലെങ്കിൽ നമ്മുടെ പനങ്കൽക്കണ്ടം ഇല്ലേ, പനങ്കൽക്കണ്ടം എടുത്ത് ഇങ്ങനെ ചെയ്യട്ടെ. പക്ഷേ അത് പ്യുവർ ആയിരിക്കണം, കല്ലും മണ്ണൊന്നും പാടില്ല. ഇനി ഇതിങ്ങനെ കിടക്കട്ടെ. ഈ ശർക്കരയൊന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ എൻ്റെ ഐറ്റം എന്നാന്ന് നിങ്ങൾക്ക് അത്യാവശ്യം പിടി കിട്ടിക്കാണുമല്ലോ. തേനുണ്ടെങ്കിൽ മാത്രമല്ല തേനിലേക്ക് ഉണ്ടാക്കുള്ളൂ. ഇങ്ങനെ ശർക്കരയും കൊണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ പനങ്കൽക്കണ്ടം കൊണ്ട് ഉണ്ടാക്കാം. നമ്മുടെ ശർക്കര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് അയണിൻ്റെ കണ്ടൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണം കേട്ടോ.
അപ്പോൾ ഈ ശർക്കരയിലുണ്ടാക്കി നല്ല പഞ്ചസാര അങ്ങനെ നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണം ചെയ്യണമല്ലല്ലോ ദോശ. അതുകൊണ്ട് പഞ്ചസാരയിൽ ഒത്തിരി ഉണ്ടാക്കാണ്ടിരിക്കുകയാണ് നല്ലത്. പിന്നെ തേനിലുണ്ടാക്കാം, തേൻ നെല്ലിക്ക എന്നല്ല ഓൾറെഡി പറയണത്. പിന്നെ ശർക്കര, പനങ്ങൾക്കണ്ട, ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാക്കാൻ നല്ല കേട്ടോ. ഇത് ഓൾറെഡി ഇപ്പം കല്ലൊക്കെയുള്ള ശർക്കരയാണെങ്കിൽ നമുക്ക് ഈ ശർക്കര നന്നായിട്ട് ഉരുക്കി എടുത്തിട്ടുണ്ടാക്കാം കേട്ടോ. അത് കുഴപ്പമില്ല. നമ്മുടെ ശർക്കരയൊക്കെ ഉരുകി വരുന്നുണ്ട്. ഉരുക്കി വരുമ്പോൾ പിന്നെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. നമുക്ക് ഇളക്കി കൊടുത്തു പിന്നെ ഒരു 5 മിനിറ്റ് മൂടി വെച്ചു. അങ്ങനെയൊക്കെ നമ്മുടെ ഈ ഐറ്റം റെഡിയാക്കി എടുക്കാം കേട്ടോ. ഇന്ന് നമുക്ക് നോക്കാം. ശർക്കര കൂടുതലും അലുത്തു. ഞാൻ ഇനി ഒരു 5 മിനിറ്റത്തേക്ക് ഈ മൂടി വയ്ക്കുക. 5 മിനിറ്റ് നേരം. വീണ്ടും നമുക്ക് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതെടുത്തിട്ട് 5 മിനിറ്റ് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് നമ്മുടെ നെല്ലിക്ക മൂടി വെച്ചിട്ട് 5 മിനിറ്റായി. ഞാൻ മൂടി എടുത്തു. ഇനി ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ഫ്ലെയിം ഒരു മീഡിയത്തിൽ മാത്രമായിട്ട് ഇടാമോളൂ. ഇനി 5 മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇട്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം. വീണ്ടും 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മൂടി വെക്കണം കേട്ടോ. നമ്മുടെ പൊന്നൂസിനെ കാണാത്ത എന്ത് ചെയ്യുന്ന ആരെങ്കിലും ഓർത്തോ? പൊന്നൂസ് ദേ അവരുടെ ഒപ്പം കളിയാട്ടോ. ചേട്ടായിയുടെയും ചേച്ചിയുടെയും കൂടെ ഇരുന്ന് കളിയാണ്. എന്നും അവൾ തന്നെയല്ലേ ഉള്ളൂ. എന്നും എൻ്റെ കൂടെ നടക്കുകയല്ലേ ചെയ്യണം. ഇന്ന് അവന്മാരുള്ളപ്പോൾ അതിനെ നാളെ അവധിയാന്ന് പറയുമ്പോൾ തന്നെ പറയും ചേട്ടായി എൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ചേട്ടൻ നേരം പഠിക്കാൻ പോകണേ അവൾക്ക് ഇഷ്ടമല്ല. അവൾ ഫുള്ള് കളിക്കണം. സാറ്റർഡേ ഫുള്ള് കളിക്കാമെന്നാണ് അവൾ പറയണം. അപ്പം ഞാനിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇന്നതേ അത്യാവശ്യം പണിയൊക്കെ എൻ്റെ കഴിഞ്ഞ കേട്ടോ. നല്ല പണിയും കഴിഞ്ഞ് രാവിലെ ഞാൻ മിറ്റടിച്ചു. രാവിലെ കഞ്ഞിയും കറിയും ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കി. അന്നേരത്തേക്ക് എഡ്വിൻ എണീറ്റ് വന്നു. എഡ്വിനും പൊന്നൂസും എണീറ്റ് വന്നു. പിന്നെ എഡ്വിൻ പെരക്കാവൊക്കെ അടിച്ചു. ഫുഡൊക്കെ കഴിച്ചിട്ട് പെര അടിച്ചു വാരി. ഞാൻ മിറ്റടിച്ചു അന്നേരത്തേക്കും. പിന്നെ കുറച്ച് വറകിന് പോയതാണ്. അന്നേരമൊക്കെ അവർ കളിയാട്ടോ അവൻ. അപ്പോൾ ഞാൻ ഈ സാറ്റർഡേസിലൊക്കെ അവൻ വീട്ടിലിരിക്കുമ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യം കാണുന്നവർക്ക് അറിയില്ല എഡ്വിനൊക്കെ എത്രയിലാണ്. അതുകൊണ്ട് ഞാൻ ഒന്നോടെ പറയുകയാണ്. എഡ്വിൻ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കണം. പൊന്നൂസ് 2.5. സാറ്റർഡേയിലൊക്കെ ഇരിക്കുമ്പോൾ എഡ്വിനെ കൊണ്ട് അത്യാവശ്യം പണിയൊക്കെ ഞാൻ ചെയ്യിക്കും. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഡൈനിങ് ടേബിൾ തുടപ്പിക്കാനും വാഷ് ബേസിൻ കഴുകാനും അതുപോലെ തന്നെ പെര അടുപ്പിക്കും. പെരയൊക്കെ റൂംസൊക്കെ ഞാൻ അടുപ്പിക്കും. എല്ലാം അങ്ങനെ നന്നായിട്ടൊന്നും ചെയ്യാൻ അറിയത്തൊന്നും ഇല്ല കേട്ടോ. കുറേ പൊടിയൊക്കെ കിടക്കും. വന്നാലും അതൊന്ന് ചെയ്ത് പഠിക്കും. അത്രയും ആയില്ല. അതിനുള്ള മനസ്സുണ്ടല്ലോ. ചെയ്യാൻ പറയുമ്പോൾ ചെയ്തോളൂ കേട്ടോ. എടുത്ത് അടിക്കാനും അത് അടിച്ചു വാരിയിലേക്ക് വാരിക്കളയാനൊക്കെ ചെയ്തോളും. ഓരോ പണികളൊക്കെ ചെയ്യിപ്പിക്കണം. പിന്നെ അലക്കാനൊക്കെ ആണെങ്കിൽ അലക്കാനൊക്കെ കൂടും കേട്ടോ. കല്ലിൽ അലക്കുകയൊക്കെ ആണെങ്കിൽ പിന്നെ മെഷീനിലിടാനുള്ളതാണെങ്കിൽ തുണികളെടുത്ത് മെഷീനിൽ തിരിച്ചിടാനും എല്ലാം അതൊക്കെ ചെയ്തോളും. മെഷീനിലിട്ടിട്ട് വെയിലത്ത് കൊണ്ടിടാനൊക്കെ അങ്ങനെയൊക്കെ. നല്ല മൂടാണെങ്കിൽ ഒന്നും ചെയ്യില്ല കേട്ടോ. അവിടെ ഇരിക്കുമല്ലാണ്ട് ഒരു കാര്യവും ചെയ്യില്ല കണ്ടോ. അപ്പോൾ നമ്മുടെ നെല്ലിക്കയുടെ കളറൊക്കെ പതിയെ മാറി തുടങ്ങി. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അതുപോലെ തന്നെ വിറക് വറക്കാനൊക്കെ അവൻ എൻ്റെ കൂടെ വരും. ഇന്ന് ഞാൻ പിന്നെ എന്നും ഈ സ്കൂളിൽ പോകണതല്ലേ. അപ്പോൾ ഇടയ്ക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടതെന്ന് കരുതി കളിച്ചോളാൻ ഞാൻ പറഞ്ഞു. അമ്മ തന്നെയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ തൊട്ട് അടുത്തല്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല മോൻ കളിച്ചോളാൻ പറഞ്ഞുകൊണ്ട് അവൻ അങ്ങനെ ഇത് കളിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴേ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കുഞ്ഞു മക്കളെ കൊണ്ടാണെങ്കിലും ചെയ്യിച്ച് പഠിപ്പിക്കും. അവരത്ര പെർഫെക്റ്റ് ഒന്നും ആയിരിക്കില്ല. എന്നാലും ചെയ്ത് പഠിപ്പിക്കുവാണെങ്കിൽ അവർ പതിയെ പഠിച്ചു വരും. പിന്നെ മുതിർന്ന് വന്നാലും നമ്മുടെ കൂടെ അതൊക്കെ ചെയ്യാനൊക്കെ കൂടിക്കോളൂ കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ ഒന്നും നമ്മൾ കുഞ്ഞല്ലേന്ന് ഓർത്ത് ചെയ്യിക്കാണ്ടിരുന്നാൽ പിന്നെ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും. ഞാൻ വീണ്ടും മൂടി വയ്ക്കുക. ഇനി നമ്മുടെ നെല്ലിക്ക ഏകദേശം കളറൊക്കെ പതിയെ ചേഞ്ച് ആയത് ഈ ഒരു രീതിയിലെത്തിയിട്ടുണ്ട്. നമ്മുടെ സിറപ്പൊക്കെ അത്യാവശ്യം തിക്കായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യും കേട്ടോ. ഈ ഒരു ഭാഗത്തിന് ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇങ്ങനെ തന്നെ നമ്മൾ 1 ഡേ വെക്കണം കേട്ടോ. ഇങ്ങനെ തന്നെ മൂടി വെക്കുക. അനക്കല്ല് 1 ഡേ വെച്ചിട്ട് ഇത് തണുത്ത് കഴിയുമ്പോൾ ഒരു ബോട്ടിലിനുള്ളിലാക്കി വെക്കുക. അപ്പോൾ ഇനി ഈ നെല്ലിക്ക ഇങ്ങനെ തന്നെ 1 ഡേ ഇങ്ങനെ തന്നെ വെച്ചിരിക്കണം. അതിനുശേഷം ഇത് നന്നായിട്ട് തണുക്കുമല്ലോ. നമ്മൾ നന്നായിട്ട് ഉണങ്ങി ഒരു ബോട്ടിലിനുള്ളിലാക്കി വെക്കണം. ഒരാഴ്ച കഴിഞ്ഞ് നമുക്കിത് എടുത്ത് തുടങ്ങാം കേട്ടോ. അപ്പോൾ ഒറിജിനൽ തേൻ നെല്ലിക്ക പോലെയാകും. നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുവാണെങ്കിൽ അതാണ് ഏറ്റവും സ്യൂട്ട്. പുറത്ത് വെച്ചാലും പെട്ടെന്ന് തീരുവാണെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ അതായിരിക്കും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുമായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഒരാഴ്ച കഴിഞ്ഞ് എടുക്കാമെന്ന് പറഞ്ഞത് പിള്ളേർ ഇതിൻ്റെ ചുറ്റുമായിട്ടോ. തേൻ നെല്ലിക്കയുടെ ചുറ്റുമായി. ഇച്ചിരി കൂടെ തരാം. അതില്ല ചൂടാറിയിട്ടില്ല. എഡ്വിൻ കൊണ്ടുപോവാ, പാത്രം കൊണ്ടുപോവാ. എന്നാ സ്പൂൺ വേണോ? ഇല്ല ഇനി എടുക്കരുത്. ഇനി നമുക്കിതേ ഒരാഴ്ച കഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ സൂപ്പറാവും. നെല്ലിക്കയോ? നെല്ലിക്ക നമുക്ക് ഇച്ചിരി എടുത്ത് വെക്കാന്നേ. എന്നാ ഇത് കൊണ്ടുപോകുന്നോ. ഒരാഴ്ച പോയിട്ട് 1/2 മണിക്കൂർ വരെ നിൽക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ. പൊന്നു ഇറങ്ങിക്കോ, അത് മതി. എന്നാൽ പൊന്നിന് സ്പൂൺ വേണോ? ഉണ്ടോ നമ്മുടെ മക്കൾ വന്ന് തേൻ നെല്ലിക്ക കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട്? സൂപ്പർ. പൊന്നിന് ഇഷ്ടമായോ? കഴിക്കൽ കാണുമ്പോൾ അറിയാൻ മേലെ ഇഷ്ടപ്പെട്ടു. പച്ച നെല്ലിക്ക 2 പേരും തൊടില്ലാത്തതാട്ടോ. ഇത് ഞാൻ 1 ഡേ ഒക്കെ ഇങ്ങനെ തന്നെ വെക്കണം എന്ന് പറഞ്ഞില്ലേ. ഞാൻ ഉണ്ടാക്കിയതേ
അരമണിക്കൂറായില്ല, നേരത്തേക്ക് അവർ കണ്ടു. ഞാൻ മിണ്ടാതെ ഇരുന്നായിരുന്നു. ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ കഴിക്കട്ടെ, നല്ലതല്ലേ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കണ്ടോ, ഇപ്പോൾ ഉദാഹരണ സഹിതം കണ്ടില്ലേ ഇങ്ങനെ ഉണ്ടാക്കിയ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. അപ്പം നിങ്ങളും കൂടെ ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ്സ് ഇടണം കേട്ടോ, മക്കൾ കഴിക്കണ്ടോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇനി ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നാളെ കാണാം.